സാറിൻ്റെ അബ്സാൻ ഇപ്പോൾ സാറ് സിനിമയിൽ സംവിധായകനും നിർമ്മാതാവൊക്കെ ആവുന്നതിന് മുന്നെയാണ് വിവാഹം ആ ഒരു ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ ശരിക്കും സാറിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് താഴേക്ക് വരാം, ഇപ്പം സ്റ്റെബിലൈസ് ചെയ്തു. ശരിക്കും അത് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയൊക്കെ ഫേസ് ചെയ്തത്? പ്രത്യേകതയൊന്നുമില്ല, എന്നത്തെ പോലെ ഉള്ളതും ഇല്ലാത്തതും നമുക്കൊരുപോലെ തന്നെയാണ്. ആ രീതിയിലുള്ള ജീവിതം. ശരിക്കും വലിയ ഒരു ഇതിൽ നിന്ന് പ്രശ്നം വരുമ്പോഴാണ് നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ വളരെ വലിയ തകർച്ച വന്നിട്ടുണ്ട്. അപ്പോഴും എന്നോട് എന്നെ ശല്യപ്പെടുത്താത്ത ഇപ്പൊ സാറ് ഇടയ്ക്ക് ഇപ്പൊ ഈ സിനിമയിൽ സജീവമായപ്പോൾ ഒത്തിരി നല്ല കഥാപാത്രം, പ്രത്യേകിച്ച് സത്യൻ സാറിന്റെ പടങ്ങളിലൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരിക്കും? നമ്മള് AKG ചെയ്തു, ഒരുപാട് പടം ചെയ്തെങ്കിലും എവിടെ ചെന്നാലും ഞാൻ അസാധ്യമായൊരു വേഷം ചെയ്തിട്ട് അതിൻ്റെ പ്രിവ്യൂ കണ്ടുകൊണ്ടിരുന്നിട്ട് ഭരത് ഗോപി സാറ് വെളിയിറങ്ങി കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുമാർ ഞാൻ എൻ്റെ അഭിനയമല്ല, അദ്ദേഹം ഉണ്ടാവില്ല നോക്കിക്കോട്ടെ നിൻ്റെതാണ്, കാരണം നിൻ്റെ റോള് ഞാൻ എടുത്തിരുന്നെങ്കിലെന്നാണ് ഞാൻ സങ്കല്പിച്ചത്. അല്ലല്ല, സൂസന്ന. അപ്പോൾ അത് കണ്ടിട്ട് നിന്നോടൊപ്പം എനിക്ക് ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത്, നിന്നെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഷേക്കൻഡ്. മധു സാർ ഒരിക്കൽ എന്നെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു 5 പേര് നന്നായിട്ട് ചെയ്തു. ആര്? ചാരുഹാസൻ, നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, ഞാൻ, നെടുമുടി വേണു, ഒക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തു. പക്ഷെ ഒരു പടി താനാണ് കൂടുതൽ ബെറ്ററായതെന്ന് പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടിയ പടമാണ്. പക്ഷേ ജനങ്ങളുടെ അടുത്തേക്ക് എന്നെ എടുത്ത് ഇന്നിപ്പോൾ എവിടെ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും, ഇപ്പം ഞാൻ ബാങ്കോക്കിൽ ഷൂട്ടിങ്ങിന് പോയി, ശ്രീലങ്കയിൽ പോയി, ഇവിടെയൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ വരണവർ ആദ്യം പറയണത് സാറേ അതൊരു വണ്ടർഫുൾ സാധനം തന്നെ അച്ഛൻ്റെ അമ്മയിലെ അങ്ങനെ സത്യനോട് കടപ്പെട്ടിരിക്കുന്നു പറയാതെ. സത്യൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ. ഒന്നും ചെയ്യാറില്ല. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ അഭിനയത്തിലെല്ലാം കോമഡി ഉണ്ടെന്നാണ് സത്യൻ പറയുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് കോമഡി വേഷം ചെയ്യാൻ കഴിയുമെന്ന് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണാക്കുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ജഗതിയുമായിട്ടുള്ള ഒരു സീനിൽ വന്നവൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് അസലായിട്ട് ചെയ്യിക്കാൻ കഴിയും, നിങ്ങളിൽ പല സ്റ്റഫുകൾ ആരും മനസ്സിലാക്കുന്നില്ല കേട്ടോ എന്ന്. ഇദ്ദേഹം ഒരു സാധനം ഞാനും കൂടെ ചെയ്യുമ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു സാധനം ഞാൻ ഇട്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് നന്നായിട്ട് ചെയ്യിച്ചെടുക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ആൾക്കാർ പറയുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാനല്ല, ഞാനൊരു കോമഡി ആർട്ടിസ്റ്റാണ്, എൻ്റെ ഒരുപാട് കോമഡി ഇരിക്കുന്ന പോക്കറ്റില്ല, അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. ഞാനെപ്പോഴും സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഞാനൊരു മനുഷ്യ സ്നേഹിയാണ്, അപ്പം നർമ്മം ഉള്ളിൽ കാണുമായിരിക്കാം. സാറിപ്പോൾ ഈ സൂസനയുടെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞു, ശരിക്കും അതിൽ സാറിന് അംഗീകാരമൊന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമില്ല. എവിടെ ചെന്നാലും അത് തന്നെയാണ് അച്ഛൻ്റെ അമ്മയാണ് പറയുന്നത്, അതാണ് അംഗീകാരം. സൂസനയുടെ കണ്ടിട്ടുള്ള ആൾക്കാർ കുറവാണ്, അത് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. ശേഷമായിരിക്കും എല്ലാവരും കണ്ടിരിക്കുന്നത്. പക്ഷെ കാണുന്നവരെല്ലാം ഇങ്ങനെ പറയും ഭൗതിക ലോകത്തിൽ കപടതയുണ്ടെന്ന്. ഞാൻ അസ്ഥികൾ പൂക്കുന്നു എടുക്കുമ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും അവിടെ പടം കണ്ടിട്ടില്ല. ഇവരൊക്കെ ഇങ്ങനെ വിളിച്ച് ഷേക്കൻഡ് ചെയ്യും, പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോകും, ഒരു ചായ പോലും തരാതെ പറഞ്ഞയക്കും. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒന്നും ലോകത്തിൽ എനിക്ക് ഇപ്പം വാസ്തവത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇത്തരം ആൾക്കാർ നമ്മളെ അംഗീകരിക്കുന്നതിലോ അവരുടെ സദസ്സുകളിൽ വരുന്നതിൽ നിന്നും മാറി നിൽക്കാനാണ് എൻ്റെ പ്രേരണ മുഴുവൻ. സാധാരണ ആൾക്കാരുടെ സന്തോഷമാണ് നല്ലത്, സത്യസന്ധതയുള്ളത്. മറ്റേത് വലിയ നമ്മളടുത്ത് പറയും ഇങ്ങനെയുള്ള സിനിമ എന്നും വീട് വിറ്റ് സിനിമ എടുത്തുകൊണ്ടിരിക്കും, നമ്മളെടുക്കുന്ന സിനിമ കാണത്തുമില്ല, പിന്നെ എന്തിനാ നമ്മൾ ആ സിനിമ എടുക്കുന്നു? പറച്ചിലിൽ മാത്രം ഒതുക്കുന്നതാണ്. കപടരാണ് ഈ ഭൗതിക ലോകം. ഈ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ മേഖലയും തട്ടി തകർത്തിട്ടുള്ളത്. ബുദ്ധി ഇല്ലാതെയൊക്കെ ചിന്തിച്ച് സാമാന്യമൊക്കെ ഷേവൊക്കെ ചെയ്ത് കുളിച്ചു പോകുന്ന പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ മാന്യമായിട്ട് എല്ലാ ആവശ്യത്തിനും രാജ്യത്തിനുള്ളതിനൊക്കെ കറക്റ്റായിട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. വെറും ഒരു കപടതയായിട്ടാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണാക്കൊമ്പത്ത് ചെയ്ത് തീർത്തു. ഉടനെ റിലീസാവാൻ പോണത് കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞ പടമാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ 1-ാം തീയതി അത് ഫുൾ ജയറാമിൻ്റെ അച്ഛനായിട്ട് ഒരു ചാക്യാരായിട്ട് അഭിനയിക്കുകയാണ്. അത് കഴിഞ്ഞാൽ
വരാൻ പോകുന്ന മൊഹബത്ത് എന്നാണ് 1-ാം തീയതി മുതൽ ജോയിൻ ചെയ്യാൻ പോകുന്ന അത് കഴിഞ്ഞാൽ പിന്നെ ബോബൻ സാമുവലിൻ്റെ ഒരു പടമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേ പടം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പടം ഇഷ്ടം പോലെ ഉണ്ട്. ആ പടത്തിൻ്റെ ഇല്ലാത്ത സമയങ്ങളെല്ലാം എഴുത്ത്, സാഹിത്യം, രാഷ്ട്രീയം